എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അത് ചിന്തയിലടങ്ങാൻ സിന്ധു അല്ല അയ്യർ സാറും ലക്ഷ്മി ടീച്ചറും വരുന്നു. എന്താച്ചോ പാട്ടൊക്കെ ആയിട്ട് രാത്രിയിൽ എനിക്ക് കണ്ണു കാണാൻ മേലെന്നറിയത്തില്ലയോ? വായിക്ക് ഒഴിവുണ്ടായാലും ഇനി വൈൻ എടുത്ത് കുടിച്ചു കളയും. അതുകൊണ്ടാ പാടിക്കൊണ്ടിരിക്കാൻ പറഞ്ഞ്. അല്ല സാറും ടീച്ചറും ഇതുവരെ പോയില്ലയോ? ഞങ്ങള് മുരളിയുടെ ഗിത്താറ് പാർലറിൽ വെക്കുകയായിരുന്നു. അവൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ അല്ലേ, അവൻ്റെ ആത്മാവും ഇവിടെ തന്നെ ഉണ്ടാവും. ഇന്നത് പിടിയിരിക്കട്ടെ. അതേതായാലും നന്നായി. എന്നാൽ ഞങ്ങള് കുട്ടികളെ കണ്ടൊന്ന് യാത്ര ചോദിച്ചിട്ട്. ആയിക്കോട്ടെ. പാടെ എന്താണ് ദൈവത്തിൻ സ്തോത്രം. വേണ്ട വേണ്ട, കുറേ കൊല്ലം കൂടി പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടതിൻ്റെ ആ ഒരു മൂഡ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എന്താ ഒറ്റ ചേച്ചി കളഞ്ഞത്? അവിടെ സതീശൻ്റെ മുറിയിൽ ഒരുമാതിരി എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. സതീശൻ എല്ലാവരെയും കാര്യമായി ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സോറി. ദാറ്റ്സ് ഓക്കെ. പായസത്ത് കൂടാന്ന് വിചാരിച്ചിരുന്നു പോയതാ. അവൻ മോളെ കൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ പിന്നെ എത്ര പറ്റായി? ഞാൻ തുടങ്ങിയിട്ടേ ഇത്രയും പൂസായ സ്ഥിതിക്ക് ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഗംഭീരമായിരുന്നു സാർ. വന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയെന്നെ. മതി, അത് കേട്ടാ മതി. നാളെ എപ്പോഴാ തിരിച്ചു പോകുന്നേ? ഉച്ചയ്ക്ക് 2 മണിക്ക് നെടുമ്പാശ്ശേരിന്നാണ് ഫ്ലൈറ്റ്. അപ്പോ കാലത്ത് 10 മണി കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങുള്ളൂ. രാവിലെ കാണാം. സർ, ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സർ. വെറുതെ പറയല്ല, ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ഇപ്പൊ ഞാനാണ്. ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനും ഏറ്റവും ഫിറ്റായ മനുഷ്യനും ഒരാൾ തന്നെയാകുന്നത് ശരിയല്ല. മനസ്സിലായല്ലോ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. എല്ലാരും ഉറങ്ങിന്നാ തോന്നുന്നത്. ഷടാ, ഇവൻ ഇതുവരെ ഉറങ്ങിയില്ലേ? നീ റൂമിലേക്ക് ചെല്ല്, ഞാനിപ്പോ വരാം. അധികം ലേറ്റ് ആവരുത്. സുഗു, 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 സുഗു. മരിച്ചിട്ടില്ല, സ്ട്രഗ്ലിംഗ് സ്റ്റേജാണ്. 48 hours കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റൂ. പോലീസിനെ ഇൻഫോം ചെയ്തില്ലേ? ഈ ഗിറ്റാറിന്റെ സ്ട്രിങ് സുകുമാരന്റെ കഴുത്തി കണ്ടത്. അതെടുത്ത് വെച്ചോ, ഫിംഗർ പ്രിന്റ്സ് എടുക്കാനുള്ളതാ. സർ, ഇതൊരു മെനക്കെടുത്തുന്ന കേസ് തന്നെ. കോളേജ് അടച്ചപ്പോ പിള്ളേരെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞെന്ന് കരുതിയതാ. അപ്പോഴാ പണ്ട് പഠിച്ചവന്മാരുടെ എഴുന്നള്ളത്ത്. തലവധി അല്ലാന്താ. നിങ്ങൾ ആ പെട്ടിയും മുന്നോട്ടൊക്കെ തപ്പി നോക്ക്. സർ, മരുന്നിനെങ്കിലും എന്തെങ്കിലും കിട്ടാതെ വന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. പുറത്താ MLA നിപ്പുണ്ട്. ഇനി അയാളോട് സമ്മാനം പറയണം. പണ്ടേ കാക്കി മാറ്റി കവറിട്ടാൽ മതിയായിരുന്നു. രണ്ടായാലും ജനങ്ങളെ ദ്രോഹിക്കണം. അതാണെങ്കിൽ മെയ്യനങ്ങാതെ ചെയ്യായിരുന്നു. തെരച്ചിൽ മതിയാക്കി റൂം സീൽ ചെയ്തോ. കിട്ടാനുള്ളത് കിട്ടി, അങ്ങോട്ട് മാറിക്കോ. എന്തായി? ഇത് അവന്റെ ഡയറിയാ. ഇതിലെ ബോംബെയിൽ നിന്ന് പുറപ്പെടുന്ന മുമ്പ് അവൻ എഴുതിയൊരു കുറിപ്പുണ്ട്. ഞാൻ വായിക്കാം. ആർക്കും വേണ്ടാത്ത ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് വിചാരിക്കുകയായിരുന്നു.
ആത്മഹത്യ ചെയ്യാനുള്ള പല വഴികളെ കുറിച്ചും ആലോചിച്ചു. അത് ചെയ്യാതിരുന്നത് നന്നായെന്ന് ഇപ്പൊ തോന്നുന്നു. ഇന്ന് ഗെറ്റുവിനെ കുറിച്ച് അറിയിച്ചുകൊണ്ടുള്ള അയ്യർ സാറിന്റെ ഫോൺ വന്നിരുന്നു. ഭൂതകാലത്തേക്കുള്ളൊരു മടക്കയാത്ര അനിവാര്യമാണ്. ബാക്കിയൊക്കെ അത് കഴിഞ്ഞാവാം. 1 മാസം മുമ്പ് അവന്റെ ബംബ്രമത്ത് ഡൈവേഴ്സും മാറ്റി ഒരുത്തൻ്റെ കൂടെ പോയി. അതിന്റെ മനപ്രയാസത്തിലാ. അതും ഡയറിയിലുണ്ട്. സാർ, എനിക്ക് ആ ഡയറി ഒന്ന് കാണോ? എന്തിനാ? ഇതൊരു ആത്മഹത്യാ ശ്രമമാണെന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. എന്താ സാറ് വല്ലതും കണ്ടായിരുന്നു? വെറുതെ ഊഹാപോഹങ്ങൾ പറയരുത്. സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. സംശയിക്കാനാണെങ്കിൽ പലരെയും സംശയിക്കേണ്ടി വരും. ആ ഗിറ്റാർ ഇവിടെ കൊണ്ടുവച്ചവരെ ഉൾപ്പെടെ. അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നേ ഞാൻ പറഞ്ഞോളൂ. ഇവിടെ നടന്നത് ഒരു ആത്മഹത്യാ ശ്രമമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതറിയണമെങ്കിൽ അവന്റെ ബോധം തെളിയണം, അവന്റെ മൊഴി എടുക്കണം. അതുവരെ ഈ ഫംഗ്ഷന് വന്നവർക്ക് ആർക്കും ഇവിടം വിട്ടു പോകാൻ പറ്റില്ല. ഇനി അഥവാ അവന്റെ ബോധം തെളിഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകും. എന്റെ കർത്താവേ, അച്ഛൻ എപ്പോഴാ സംഭവം അറിഞ്ഞത്? ഇന്നലെ ഉറക്കത്തിൽ നിന്ന് പയസിന്റെ നിലവിളി കേട്ടാ ഞെട്ടി എഴുന്നേറ്റത്. അത് വയസ്സിന്റെ നിലവിളിയായിരുന്നെന്ന് എങ്ങനെ മനസ്സിലായി? രാത്രിയായാൽ എനിക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല സാർ. ഇപ്പൊ തന്നെ ഈ കണ്ണട വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കുവാ. കണ്ണിന്റെ പവറും കൂടി കർത്താവ് എനിക്ക് ചെവിക്കാ തന്നിരിക്കുന്നേ. അത് ശരി. ഞാനും അച്ഛനും തമ്മിൽ ഇപ്പൊ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? എന്റെ ശബ്ദം കേട്ട് പറയാവോ? ഞാൻ നിൽക്കുന്നിടത്ത് നിന്നും സാറ് നിൽക്കുന്നിടത്തേക്ക് ഒരു 4 അടി ദൂരമുണ്ട്. ഇപ്പൊ സാറ് നിൽക്കുന്നിടത്ത് നിന്നും ഞാൻ നിൽക്കുന്നിടത്തേക്ക് 8 അടി ദൂരമുണ്ട്. അതെങ്ങനെ ശരിയാവും? ക്രിസ്തുമസിൽ നിന്ന് ന്യൂ ഇയറിലേക്ക് 7 ദിവസങ്ങളല്ലേ ഉള്ളൂ. പക്ഷെ ന്യൂ ഇയറിൽ നിന്ന് ക്രിസ്തുമസിലേക്ക് 358 ദിവസങ്ങളില്ലയോ? ചെവിക്ക് മാത്രമല്ല, ബുദ്ധിക്കും കൂടെ ആ പവർ കിട്ടിയിട്ടുണ്ട്. പിള്ളേരുടെ ഇടയിൽ പിടിച്ചു നിൽക്കണ്ടായോ സാറേ? ആരാ ഈ പയസ്? ഞാനോ? പാതിരായ്ക്ക് ഡോക്ടറെ കാണാൻ പോയിട്ട് വരുന്ന വഴി സുകുമാരന്റെ റൂമിൽ ലൈറ്റ് കണ്ടു എന്ന് പറയുന്നത് അത്ര വിശ്വസനീയമല്ലല്ലോ. ആ നേരത്തെ സുകുമാരനെ കണ്ടിട്ട് അത്രയ്ക്ക് അത്യാവശ്യം എന്തായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഓഹോ, ഇക്കൂട്ടത്തിൽ സുകുമാരന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അറിയാതിരിക്കില്ലല്ലോ. പറ. അത് ഒരു മിനിറ്റ്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അവന് ബോധം തെളിയുന്നതുവരെ ഒറ്റ ഒരുത്ത ഇവിടം വിട്ടു പോകരുത്. സയന്റിഫിക് എക്സ്പേർട്സ് ഒന്ന് തെളിവുകൾ നടത്തിക്കോട്ടെ. വിളിപ്പിക്കേണ്ടതൊക്കെ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചോളാം. ആയിക്കോട്ടെ. സുഖു ഭാര്യ പിണങ്ങിപ്പോയതിന്റെ വിഷമത്തില് ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാനാകെ കൺഫ്യൂസ്ഡ് ആണ് സർ. എന്താണ് സംഭവിച്ചതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്തിന് 1 മണിക്കൂർ മുമ്പ് ഞാൻ അവന്റെ മുറിയിൽ പോയിരുന്നത്. ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ അവനാണെന്നാണ് എന്നോട് പറഞ്ഞത്. പോലീസുകാർ പറയുന്ന പോലെ അതൊരു സോളിഡ് എവിഡൻസ് അല്ലായിരിക്കാം. പക്ഷേ ആ സമയത്ത് അവൻ ഒരിക്കലും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുക പോലുമില്ല, അതെനിക്ക് ഉറപ്പാ. ഇനി അഥവാ ആത്മഹത്യാ ശ്രമമാണെങ്കിൽ ഞാൻ അവന്റെ റൂമിൽ നിന്ന് പോന്നതിന് ശേഷം അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യന്റെ മനസ്സിനെ തകർത്ത് കളഞ്ഞ എന്തോ ഒന്ന്. ഇനി അതൊരു ആത്മഹത്യാ ശ്രമം അല്ലെന്ന് വെക്ക്. ആർക്കായിരിക്കും ഇത്രയും വർഷം നീണ്ട പക അവനോട് ഉണ്ടായിരിക്കുക? പയസ്, നിനക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ? പഠിക്കുന്ന കാലത്തെ സുഖവും താരയായിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെ സാറിന് അറിയാമായിരുന്നല്ലോ. ഇന്നലെ രാത്രി തന്നെ മോളെ ഡോക്ടറെ കാണിക്കണമെന്ന് താരയാ നിർബന്ധിച്ചത്. അത് എന്നെ ഇവിടുന്ന് മാറ്റി സുഖുവിനെ ഒറ്റയ്ക്കാക്കാനാണോ എന്നെനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാ. വന്നപ്പോ മുതലുള്ള സതീശന്റെ പെരുമാറ്റത്തിലും സസ്പിഷ്യസ് ആയി എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അത് ഞാൻ എസ്ഐയോട് പറയാൻ തുടങ്ങിയതാ. അപ്പോഴാ സതീശൻ ഇതിന്റെ കുരുക്കഴിക്കേണ്ടത് ഇവിടെ നിന്നല്ല, നിങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന കാലത്തുനിന്നാണ്.